Dear students, 10th സ്റ്റാൻഡേർഡിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ അധ്യായമായ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ചാപ്റ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, കഴിഞ്ഞ കാലത്തൊക്കെ തന്നെ എക്സാമിന് വന്നിട്ടുള്ള ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചാപ്റ്ററാണ് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന് പറയുന്ന ചാപ്റ്റർ. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ റിട്ടൺ ബൈ റസ്കിൻ ബോണ്ട്. ഡു യു നോ അബൌട്ട് റസ്കിൻ ബോണ്ട്? റസ്കിൻ ബോണ്ട് ഈസ് ആൻ ഇന്ത്യൻ writer or Indian author of British descent. അതായത് റസ്കിൻ ബോണ്ട് ഇന്ത്യയിലെ മഹാനായിട്ടുള്ള ഒരു എഴുത്തുകാരനാണ്. അദ്ദേഹത്തിൻ്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു സ്റ്റോറിയാണ് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന് പറയുന്ന ഈ ചാപ്റ്റർ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അഡ്വഞ്ചേഴ്സ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥമൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം, എല്ലാവർക്കും അറിയുന്നതാണ്. നമ്മൾ പലപ്പോഴും അഡ്വഞ്ചറസ് എന്നൊക്കെയുള്ള വാക്ക് പലപ്പോഴും ഉപയോഗിക്കുന്നതാണ്. ആ വാക്കിൻ്റെ അർത്ഥം നന്നായിട്ട് ഓർമ്മിച്ച് വെക്കുക. ആൻ അൺയൂഷ്വൽ, എക്സൈറ്റിംഗ് ഓർ ഡേഞ്ചറസ് എക്സ്പീരിയൻസ് എന്നാണ് അഡ്വഞ്ചേഴ്സ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം. പിന്നെ ബനിയൻ ട്രീ എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ളൊരു സംഗതിയാണ്. അത് കാണാത്ത ആരും ഉണ്ടാവില്ല ലോകത്ത്. ആൽമരം, ആ ആൽമരത്തിൽ നടന്നിട്ടുള്ള ഒരു സംഭവമാണ് ഈ കഥയിലൂടെ റസ്കിൻ ബോണ്ട് വിവരിക്കുന്നത്. ഇതിൽ നമുക്കറിയാം, പിന്നെ റസ്കിൻ ബോണ്ട് പറയുന്നത്, ഇൻ ദിസ് ബ്യൂട്ടിഫുൾ സ്റ്റോറി റസ്കിൻ ബോണ്ട് ഡിസ്ക്രൈബ്സ്, ക്ലിയർലി ഡിസ്ക്രൈബ്സ്, വിവിഡ്ലി describes two major incidents or two major events in and around an old banyan tree that took place in and around an old banyan tree. അതായത് ഇതിൻ്റെ മുകളിൽ അതായത് ആൽമരത്തിലും അതുപോലെ തന്നെ അതിൻ്റെ ചുറ്റുപാടും നടന്നിട്ടുള്ള മനോഹരമായിട്ടുള്ള രണ്ട് സംഭവങ്ങളാണ് ഇതിലൂടെ ആര് വർണ്ണിക്കുന്നത്? റസ്കിൻ ബോണ്ട് വർണ്ണിക്കുന്നത്. ഓർമ്മിച്ച് വെക്കുക. അതാണ് ഇതിൻ്റെ എന്താ പറയുക, ഒരു സമ്മറി ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി ഞാൻ ഓരോ പാരഗ്രാഫ് വായിക്കും. ആ പാരഗ്രാഫ് വായിക്കുന്ന സമയത്ത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കൊക്കെ തന്നെ നിങ്ങളുടെ മുൻപിലുണ്ടാവുമെന്ന് കരുതുന്നു. അതുപോലെ തന്നെ നോട്ട്ബുക്ക് കരുതുക, പേന, അതുപോലെ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ എന്ത് ചെയ്യുക, എഴുതി വയ്ക്കുകയാണ് വേണ്ടത്. ഒന്നാമത്തെ പാരഗ്രാഫ് ഞാൻ വായിക്കുന്നത് ശ്രദ്ധിക്കുക. ഒന്നുകൂടി പറയുകയാണ്, ഈ ചാപ്റ്ററിൻ്റെ ടൈറ്റിൽ അല്ലെങ്കിൽ ഈ തലക്കെട്ട് ഒന്നുകൂടി വായിക്കുകയാണ്. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ. Though the house and grounds of our home in India were grandfather's domain, the magnificent old banyan tree was mine chiefly because grandfather at the age of 65 could no longer climb it. Grandmother used to tease him about this and would speak of a certain Countess of Desmount, an English woman who lived to the age of 117 and would have lived longer if she hadn't fallen while climbing an apple tree. The spreading branches of the banyan tree, which curved to the ground and took root again, forming a maze of arches, gave me endless pleasure. The tree was older than the house, older than grandfather, as old as the town of Dehra, nestling in a valley at the foot of the Himalayas. ഫസ്റ്റ് പാരഗ്രാഫിൻ്റെ എക്സ്പ്ലനേഷനിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ദോ ദ ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ് ഓഫ് അവർ ഹോം. ഇത് എങ്ങനെ പറഞ്ഞു തുടങ്ങുന്നത്? ദോ ദ ഹൗസ് ആൻഡ് ഗ്രൗണ്ട്സ്. ഗ്രൗണ്ട്സ് വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഇവിടെ ലാൻഡ് എന്നുള്ള അർത്ഥമാണ്. കൃഷിയിടം എന്നൊക്കെ തന്നെ അർത്ഥത്തിലാണ്. അത് ഫാം ലാൻഡ് എന്നൊക്കെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഭൂസ്വത്ത് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് ആ വാക്ക് ഉപയോഗിക്കുന്നത്. അതായത് വീടും ഭൂസ്വത്തും അല്ലെങ്കിൽ ഭൂമിയും ഓഫ് അവർ ഹോം ഇൻ ഇന്ത്യ, ഞങ്ങളുടെ വീടും പുരയിടവും ഒക്കെ തന്നെ, ഇന്ത്യയിലെ വീടും പുരയിടവും ഒക്കെ തന്നെ, വീടും അതുപോലെ തന്നെ കൃഷിയിടവും ഒക്കെ തന്നെ ആരുടെ അണ്ടറിലായിരുന്നു? വെർ ഗ്രാൻഡ് ഫാദേഴ്സ് ഡൊമൈൻ. ഡൊമൈൻ എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? അണ്ടർ. അദ്ദേഹത്തിൻ്റെ അണ്ടറിലായിരുന്നു, അദ്ദേഹത്തിൻ്റെ ആധിപത്യത്തിന് കീഴിലായിരുന്നു എന്നാണ് ഒന്നാമത്തെ ആ സെൻറ്റൻസിൽ പറയുന്നത്. The magnificent old banyan tree was mine, but the magnificent or the beautiful or great banyan tree, old banyan tree was mine. Mine means my own. എൻ്റേത്
സ്വന്തമായിരുന്നു. എന്ത് ആൽമരം എന്നാൽ എൻ്റേതായിരുന്നു. പിന്നെ കൃഷിയിടവും അതുപോലെ തന്നെ പുരയും ഒക്കെ തന്നെ ഗ്രാൻഡ് ഫാദറുടെ അണ്ടറിലായിരുന്നു എങ്കിൽ ഈ സ്ഥലം ആരുടേതായിരുന്നു? ഈ ആൽമരം ആരുടേതായിരുന്നു? എൻ്റേതായിരുന്നു എന്നാണ് നമ്മളോട് കഥാകാരൻ ആദ്യമായിട്ട് വർണ്ണിക്കുന്നത്. കാരണം ഗ്രാൻഡ് ഫാദർ അറ്റ് ദ ഏജ് ഓഫ് 65, അവിടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കേണ്ട ഒരു കാര്യമുണ്ട്. സാധാരണയായിട്ട് ചോദിക്കാറുള്ളതാണ് എത്ര പ്രായം ആണ് ഇദ്ദേഹത്തിന് ഉള്ളത് എന്നൊക്കെ തന്നെ. ചിലപ്പം പാരഗ്രാഫ് തന്നിട്ട് നമുക്കറിയാമല്ലോ, 9ാം ക്ലാസ്സിലൊക്കെ പഠിച്ച കുട്ടികൾക്ക് അറിയാം. ഫസ്റ്റ് തന്നെ ഒരു പാസേജ് തരിക ചെയ്യുക, എന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നിട്ട് നമ്മളോട് എന്ത് ചെയ്യാനാ പറയുക? ആൻസർ ചെയ്യാനാ പറയുക. അപ്പോൾ ഓർമ്മിച്ച് വെക്കുക, ഗ്രാൻഡ് ഫാദറുടെ ഏജ് അവിടെ ഓർമ്മിച്ച് വെക്കുക, 65 ആണ്. അതുകൊണ്ട് തന്നെ കുഡ് നോ ലോങ്ങർ ക്ലൈംബ് ഇറ്റ്, സോ ഹീ കുഡിൻ്റ് ക്ലൈംബ് ഇറ്റ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല? അതിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റിയിട്ടില്ല. ആൽമരത്തിൽ കയറാൻ പറ്റില്ല. 65 വയസ്സ് പ്രായമുള്ള ഒരാൾ എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ആൽമരത്തിൽ കയറാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ട് ഈ ആൽമരം ആരുടേതായിരുന്നു? എൻ്റേതായിരുന്നു. പക്ഷേ പുരയും കൃഷിയുടെ ഒക്കെ തന്നെ ആരുടെ അണ്ടറിലായിരുന്നു? ഗ്രാൻഡ് ഫാദറുടെ അണ്ടറിലായിരുന്നു. ഗ്രാൻഡ് മദർ യൂസ്ഡ് ടു ടീസ് ഹിം. ടീസ് എന്നുള്ള വാക്ക് TEASE, ടീസ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? അല്ല അറിയുന്നതാണ്, കളിയാക്കുക എന്നാണ് അർത്ഥം, പരിഹസിക്കുക എന്നൊക്കെയുള്ള അർത്ഥമാണ്. ടീസ് ഹിം അബൌട്ട് ദിസ്. ഗ്രാൻഡ് മദർ യൂസ്ഡ് ടു നമ്മൾ എന്തിനുപയോഗിക്കുന്ന? ഹാബിച്വൽ ആക്ഷനെ കാണിക്കാൻ വേണ്ടിയിട്ട്, സ്ഥിരമായിട്ടുള്ള ഒരു പ്രവൃത്തിയെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് യൂസ്ഡ് ടു എന്നുള്ളത്. അതൊക്കെ നോട്ട് ചെയ്ത് വെക്കണം. ഞാൻ പറയുന്ന സമയത്ത് നോട്ട് ചെയ്ത് വെക്കുക. ഗ്രാൻഡ് മദർ യൂസ്ഡ് ടു ടീസ് ഹിം. എന്ത് ചെയ്യായിരുന്നു? പതിവായിട്ട് എന്ത് ചെയ്യുമായിരുന്നു? പിന്നെ കളിയാക്കുമായിരുന്നു. എന്ത് പറഞ്ഞുകൊണ്ടാ? അബൌട്ട് ദിസ്. ഇത് പറഞ്ഞുകൊണ്ട്. ഏത് പറഞ്ഞുകൊണ്ട്? ഇക്കാര്യം പറഞ്ഞുകൊണ്ട്. ഏത് കാര്യം പറഞ്ഞുകൊണ്ട്? ഗ്രാൻഡ് മദർ ടീസ് ചെയ്യാറുള്ളത്, ഗ്രാൻഡ് ഫാദറെ ടീസ് ചെയ്യാറുള്ളത്, നിങ്ങൾക്ക് എന്തിൽ കയറാൻ പറ്റാത്ത ആൾ, ആൽമരത്തിൽ കയറാൻ പറ്റാത്ത ആൾ, 65 വയസ്സ് കഴിയുമ്പോഴേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ആൽമരത്തിൽ കയറാൻ പറ്റുന്നില്ല എന്ന് പറയും. എന്നിട്ട് ഇത് പറഞ്ഞുകൊണ്ട് ടീസ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് അദ്ദേഹം ആ ഗ്രാൻഡ് മദർ ഒരാളെയും കൂടി കൂട്ടുപിടിക്കുകയാണ്, ഇവിടെ മെൻഷൻ ചെയ്യുകയാണ്, പരാമർശിക്കുകയാണ്. ആൻഡ് വുഡ് സ്പീക്ക് ഓഫ് എ സെർട്ടൻ കൗണ്ടസ്. കൗണ്ടസ് മീൻസ് വൈഫ് ഓഫ് എ ലോർഡ് എന്നാണ് അർത്ഥം. അതായത് ലോർഡ് എന്ന് പറഞ്ഞാൽ പ്രഭുവിൻ്റെ ഭാര്യ. മലയാളത്തിൽ ആക്കുമ്പം പ്രഭി എന്നൊക്കെ തന്നെ ഉപയോഗിക്കാറുണ്ട്. കൗണ്ടസ് ഓഫ് ഡസ്മൗണ്ട്. ഡസ്മൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു പ്ലേസാണ്. ആ ഡസ്മൗണ്ടിലെ പിന്നെ കൗണ്ടിൻ്റെ, അതായത് നമ്മുടെ പ്രഭുവിൻ്റെ ഭാര്യയായിട്ടുള്ള കൗണ്ടസിനെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് പറയുക. ആ കൗണ്ടസിൻ്റെ പ്രത്യേകത എന്താണ്? ആൻ ഇംഗ്ലീഷ് വുമൻ ഹു ലിവ്ഡ് ടു ദ ഏജ് ഓഫ് 117, 117 വയസ്സ് വരെ ജീവിച്ചിട്ടുള്ള ഡസ്മൗണ്ടിലെ പ്രഭിയെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് എന്ത് ചെയ്യാറുള്ളത്? ഇദ്ദേഹത്തെ കളിയാക്കാറുള്ളത്. എന്താ കാരണം? ആൻഡ് വുഡ് ഹാവ് ലിവ്ഡ് ലോങ്ങർ. അവർ ഇനിയും ജീവിക്കുമായിരുന്നു, 117-നപ്പുറം അവർ ജീവിക്കുമായിരുന്നു. എങ്ങനെ? ഷി ഹാഡിൻഡ് ഫോളൻ വൈൽ ക്ലൈംബിങ് ആൻ ആപ്പിൾ ട്രീ. അവർ ഒരുപക്ഷെ ആ ആൽമരത്തിൽ നിന്ന് വീണ് മരിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർ പിന്നെയും എന്ത് ചെയ്യുമായിരുന്നു? 117 വയസ്സ് കഴിഞ്ഞിട്ടും ജീവിക്കുമായിരുന്നു, ആൽമരത്തിൽ കയറുമായിരുന്നു, ആപ്പിൾ ട്രീ കയറുമായിരുന്നു, ഒക്കെ ആയിരുന്നു. പക്ഷേ 65 വയസ്സുള്ള ഗ്രാൻഡ് ഫാദർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? ഈ ആൽമരത്തിൽ കയറാൻ പറ്റുന്നില്ല. നിങ്ങൾ മോശക്കാരൻ എന്നുള്ള നിലയിൽ പലപ്പോഴും ആര് കളിയാക്കാറുണ്ടായിരുന്നു? ഗ്രാൻഡ് മദർ ഗ്രാൻഡ് ഫാദറെ കളിയാക്കാറുണ്ടായിരുന്നു. ഓർമ്മിച്ച് വെക്കണം, ഇവരുടെ പ്രത്യേകത ഓർമ്മിച്ച് വെക്കണം, ഈ ഇംഗ്ലീഷ് വിമൻ്റെ പ്രത്യേകത ഓർമ്മിച്ച് വെക്കണം. ഒന്ന് 117 കഴിഞ്ഞിട്ടുള്ള ആളാണ് എന്നുള്ളത് നന്നായിട്ട് ഓർമ്മിച്ച് വയ്ക്കുക. ദ സ്പ്രെഡിങ് ബ്രാഞ്ചസ് ഓഫ് ദ ബനിയൻ ട്രീ. സ്പ്രെഡിങ് എന്താണ്? വ്യാപിച്ച് കിടക്കാണ്. ബ്രാഞ്ചസ് ഓഫ് ദ ബനിയൻ ട്രീ വിച്ച് കർവ്ഡ് ടു ദ ഗ്രൗണ്ട്. ഏതിലേക്ക്? ഗ്രൗണ്ടിലേക്ക്. ഈ ഗ്രൗണ്ടിലേക്ക് എന്ത് ചെയ്തിരിക്കുന്നു? വ്യാപിച്ച് കിടക്കുന്നു, കർവ് ചെയ്യപ്പെട്ടിരിക്കുന്നു ഗ്രൗണ്ടിലേക്ക്. ആൻഡ് ടുക്ക് റൂട്ട് അഗെയിൻ. വീണ്ടും എന്ത് വന്നിരിക്കുന്നു? വേര് വന്നിരിക്കുന്നു. നമുക്കൊരു ആൽമരം ഒക്കെ തന്നെ കുറേ പ്രായം ചെന്നിട്ടുള്ള ഓൾഡ് ആയിട്ടുള്ള ഒരു ബനിയൻ ട്രീ ഒക്കെ തന്നെ കാണുകയാണെങ്കിൽ നമുക്കറിയാം. അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ നിങ്ങൾക്ക് ഒരു പക്ഷേ ടെക്സ്റ്റിലൊക്കെ തന്നെ ഈ ചിത്രം നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും കൃത്യമായിട്ട് എന്താണ് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന വേരുകൾ വീണ്ടും എങ്ങോട്ട് ഈ ബ്രാഞ്ചസിൽ നിന്ന് പിന്നെ ഈ തൂങ്ങിക്കിടക്കുന്ന വള്ളികളൊക്കെ കാണാം. അതുപോലെ തന്നെ വേര് ഉറപ്പിക്കാനായിട്ടുള്ളതൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. അത്തരത്തിലുള്ളൊരു ബനിയൻ ട്രീ ആണ്. വിച്ച് കർവ്ഡ് ടു ദ ഗ്രൗണ്ട് ആൻഡ് ടുക്ക് ഇറ്റ് റൂട്ട് അഗെയിൻ ഫോമിങ് എ മെയ്സ് ഓഫ് ആർച്ചസ് എന്നാണ് പറഞ്ഞത്. മെയ്സ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഗ്രൂപ്പ് എന്നാണ്. ഈ ഒരു വഴി തന്നെ അവിടെ എന്ത് ചെയ്യപ്പെടുകയാണ്? ഫോം ചെയ്യപ്പെടുകയാണ്. അനേകം ചുറ്റുകളുള്ള ഒരു വഴി അവിടെ രൂപപ്പെടുകയാണ്. ഗെയ്വ് മീ. അദ്ദേഹം പറയുകയാണ് എൻഡ്ലെസ് പ്ലഷർ. പ്ലഷർ മീൻസ് ഹാപ്പി. അദ്ദേഹത്തിന് എന്ത് നൽകിയിരുന്നു? നല്ല എൻഡ്ലെസ് ആയിട്ടുള്ള, ഒരിക്കലും അവസാനിക്കാത്ത, അറ്റമില്ലാത്ത ഒരു പ്ലഷർ ആർക്ക് നൽകിയിരുന്നു? ഈ കുട്ടിക്ക് നൽകിയിരുന്നു എന്നാണ് കഥയിലൂടെ ആര് പറയുന്നത്? റസ്കിൻ ബോണ്ട് പറയുന്നത്. അതും ശ്രദ്ധിക്കുക. അവിടെ അദ്ദേഹത്തിന് എൻഡ്ലെസ് ആയിട്ടുള്ള പ്ലഷർ നൽകിയത് ഏതായിരുന്നു? ഈ ആൽമരത്തിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. ദ ട്രീ വാസ്, ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലൈനാണ് ഞാൻ വായിക്കുന്നത്. ദ ട്രീ വാസ് ഓൾഡർ ദാൻ ദ ഹൗസ്. ഈ ആൽമരത്തിന് ഈ വീടിനേക്കാൾ എന്തുണ്ടായിരുന്നു? വീടിനേക്കാൾ പ്രായമുണ്ടായിരുന്നു.
ഓൾഡർ ദാൻ ഗ്രാൻഡ്ഫാദറേക്കാൾ പ്രായമുണ്ടായിരുന്നു. ആസ് ഓൾഡ് ആസ് ദ ടൗൺ ഓഫ് ഡെഹ്റ എന്ന് പറയുന്ന ഒരു ടൗണാണ്. ആ പട്ടണത്തിൻ്റെ പ്രായമുണ്ടായിരുന്നു ഇതിന്. എന്നിട്ടും എന്താണ്, നെസ്റ്റ്ലിംഗ് ആണ്. നെസ്റ്റ്ലിംഗ് എന്നുള്ള വാക്ക് ടു ബി ലൊക്കേറ്റഡ് ഇൻ എ പൊസിഷൻ ദാറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് എന്നാണ് അർത്ഥം. സുരക്ഷിതമായിട്ട് എന്ത് ചെയ്യാണ്, നിലനിൽക്കുന്ന ഒന്നായിരുന്നു ഏത്, ഇൻ എ വാലി അറ്റ് ദ ഫുട്ട് ഓഫ് ദ ഹിമാലയാസ്. ആ ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ സുരക്ഷിതമായി നിലനിൽക്കുന്ന ഇതായിരുന്നു ഏത്, ഇത് അല്ലേ. അപ്പോൾ ഒന്നാമത്തെ പാരഗ്രാഫ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. ഞാൻ അടുത്ത പാരഗ്രാഫ് വായിക്കുന്നതും കൂടി ശ്രദ്ധിക്കാം. മൈ ഫസ്റ്റ് ഫ്രണ്ട് ആൻഡ് ഫെമിലിയർ വാസ് എ സ്മോൾ ഗ്രേ സ്ക്വിറൽ. Arching his back and sniffing into the air, he seemed at first to resent my invasion of his privacy. But when he found that I did not arm myself with a catapult or air gun, became friendlier. And when I started leaving him pieces of cake and biscuit, he grew bolder and finally became familiar enough to take food from my hands. എൻ്റെ എക്സ്പ്ലനേഷൻ പറയുന്ന നോക്കൂ, ഒന്ന് വിശദീകരിക്കുന്നത് നോക്കൂ. വളരെ സിമ്പിളായിട്ടുള്ള സെൻറ്റൻസുകളാണ്. മൈ ഫ്രണ്ട് ആൻഡ് ഫെമിലിയർ എന്നുള്ള വാക്ക് നമുക്കെന്താണ്, സുപരിചിതമായിട്ടുള്ള എന്നുള്ള വാക്കാണ്. നിരവധി തവണ നമ്മൾ പല കഥകളും വായിക്കുമ്പോൾ ആ വേർഡ് നിങ്ങളൊരു പക്ഷേ 9th സ്റ്റാൻഡേർഡിലൊക്കെ തന്നെ നിങ്ങൾ ടെക്സ്റ്റ് വായിച്ചിട്ടുണ്ട്, കൃത്യമായി കണ്ട ഒരു വേർഡാണ് ഫെമിലിയർ, പരിചിതമായിട്ടുള്ള. മൈ ഫസ്റ്റ് ഫ്രണ്ട് ഓർ മൈ ബെസ്റ്റ് ഫ്രണ്ട്, എൻ്റെ ഏറ്റവും നല്ല കൂട്ടുകാരൻ. എവിടെ കിട്ടിയ, ആൽമരത്തിൽ നിന്ന് കിട്ടിയതാ ഒരു കൂട്ടുകാരനെ. ആൻഡ് ഫെമിലിയർ ആണ്, എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള പരിചിതനായിട്ടുള്ള ഒരാളെയാണ് എനിക്ക് കിട്ടിയത്. ആരായിരുന്നത്? ബോസ് എ സ്മോൾ ഗ്രേ സ്ക്വിറിലാണ്. ഗ്രേ തവിട്ട് നിറത്തിലുള്ള സ്ക്വിറിൽ അറിയാം, അണ്ണാനായിരുന്നു എൻ്റെ ആദ്യത്തെ കൂട്ടുകാരൻ. മറന്നുപോകരുത്. അദ്ദേഹത്തിന് ആൽമരത്ത് നിന്ന് കിട്ടിയിട്ടുള്ള ഫസ്റ്റ് ഫ്രണ്ട് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ആരെയാ നമ്മൾ എഴുതുക? ഗ്രേ സ്ക്വിറിൽ എന്നാണ് ആൻസർ. അതെന്താ ചെയ്തത്? അതിൻ്റെ പ്രവർത്തികളാണ്, അതിൻ്റെ ആക്ഷൻസാണ് അദ്ദേഹം പിന്നീടുള്ള വരികളിൽ പറയുന്നത്. ആർച്ചിങ് ഹിസ് ബാക്ക്, എന്താണ്, ലിഫ്റ്റിംഗ് ഹിസ് ബാക്ക്, തൻ്റെ ഇങ്ങനെ എന്താണ്, ബെൻഡിങ് ഹിസ് ബാക്ക് എന്നൊക്കെ പറയും, വളച്ചുകൊണ്ട്, പിറക് അതായത് പിൻവശം ഒന്ന് വളച്ചുകൊണ്ട്. ആൻഡ് സ്നിഫിങ് ഇൻ ടു ദ എയർ, സ്നിഫിങ് മീൻസ് സ്മെല്ലിങ് ഇൻ ടു ദ എയർ, വായുവിലേക്ക് ഒന്ന് മണം പിടിച്ചുകൊണ്ട്. ഹീ സീംഡ് അറ്റ് ഫസ്റ്റ്, എനിക്ക് തോന്നുക എന്താണ്, ഹീ സീംഡ് അറ്റ് ഫസ്റ്റ് ടു റിസെൻറ്റ് മൈ ഇൻവേഷൻ ഓഫ് ഹിസ് പ്രൈവസി. ഇൻവേഷൻ ചെയ്യാന്ന് പറഞ്ഞാൽ കടന്നു കയറുകയാണ്. അതിൻ്റെ പ്രൈവസിയിലേക്ക് കടന്നു കയറിയതിൽ അതിനൊരു റിസെൻറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ നോട്ട് ഹാപ്പി എന്നൊക്കെയുള്ള അർത്ഥമാണ്. അല്ലെങ്കിൽ ടു ഫീൽ ആംഗ്രി അബൌട്ട് സംതിങ് എന്നൊക്കെയുള്ള അർത്ഥമുണ്ട് റിസെൻറ്റ് എന്നുള്ള വാക്കിന്. അതിന് ദേഷ്യം വന്നോ എന്നൊക്കെ എനിക്ക് തോന്നുകയാണ്. കാരണം ഇതുവരെ ആൽമരത്തിൽ മൂപ്പരെന്താണ്, ഈ സ്ക്വിറിലൊക്കെ തന്നെ വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി കളിച്ചിരുന്ന സ്ഥലമാണ്. അവിടേക്കാണ് ഈ ആൽമരത്തിൽ ആരാണ് വരുന്നത്? നമ്മളെ ഈ കുട്ടി, ഈ കഥയിലെ കഥാപാത്രം അവിടെയുണ്ട്. അപ്പോൾ അവരുടെ സ്വകാര്യ സ്ഥലത്തേക്ക് കയറിയതിൽ, അല്ലെങ്കിൽ അവിടെ വന്നതിൽ, ഇൻവേഷൻ നടത്തിയതിൽ, കടന്നുകയറ്റം നടത്തിയതിൽ, പ്രൈവസിയിലേക്ക് കടന്നുകയറ്റം നടത്തിയതിൽ ഒരു ചെറിയ പ്രശ്നം ആർക്കുള്ളതുപോലെ തോന്നി? ഈ അണ്ണാന് ഉള്ളതുപോലെ എനിക്ക് തോന്നുകയാണ്, അവിടെ അനുഭവപ്പെടുകയാണ്. ബട്ട് വെൻ ഹി ഫൗണ്ട് ദാറ്റ് ഐ ഡിഡൻറ്റ് ആം മൈസെൽഫ് വിത്ത് എ കാറ്റാപ്പിൾട്ട്, ഇവൻ ആദ്യം മടിയായിരുന്നു വരാൻ. കാരണം ഈ സ്വകാര്യ സ്ഥലത്തേക്ക് ആര് വന്നതാണ്? നമ്മുടെ കഥാകാരൻ കയറിയതാണല്ലോ. അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ ഒരു ദേഷ്യം ഉണ്ടാവും. പക്ഷേ നോക്കൂ പിന്നീട് എന്താണ്? ബട്ട് വെൻ ഹി ഫൗണ്ട് ദാറ്റ് ഐ ഡിഡൻറ്റ് ആം എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എന്താണ്? വെപ്പൺ എന്നുള്ളതാണ്. മൈസെൽഫ് വിത്ത് എ കാറ്റാപ്പിൾട്ട് എ കൈൻഡ് ഓഫ് വെപ്പൺ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണയായിട്ട് നാട്ടിലൊക്കെ ഒരു പക്ഷേ നിങ്ങൾക്ക് പരിചയം ഉണ്ടാവും. നമ്മൾ തെറ്റാലി എന്നാണ്, കവണ എന്നാണ്. പല കുട്ടികളും എഴുതിയൊക്കെ ചവണ എന്നാണ്. ചവണയല്ല, കവണ എന്നാണ് പറയുക. ക്യാപ്സ്യൂളാണ് ഉദ്ദേശിക്കുന്നത്. അതൊന്നും കാറ്റാപ്പൾട്ട് എയർഗൺ മീൻസ് ഇവരുടെ കയ്യിൽ എന്തില്ലാത്ത സമയത്ത്, ആയുധങ്ങളൊന്നും തന്നെ ഇല്ലാത്ത സമയത്ത് ഹി ബിക്കം ഫ്രണ്ട്ലിയർ, ഹി ബിക്കം ഗുഡ് ഫ്രണ്ട്. അദ്ദേഹം എന്തായി തീർന്നു? അദ്ദേഹം ഉദ്ദേശിച്ചത് സ്ക്വിറിലാണ്. സ്ക്വിറിൽ എന്തായി തീരുകയാണ്? ഫ്രണ്ടായിട്ട് മാറുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യുക? നിങ്ങൾ നന്നായിട്ട് ആ വരി നോട്ട് ചെയ്ത് വെക്കണം. ആൻഡ് വെൻ ഐ സ്റ്റാർട്ടഡ് ലീവിങ് ഹിം പീസസ് ഓഫ് കേക്ക് ആൻഡ് ബിസ്ക്കറ്റ്സ്, ഈ ബിസ്ക്കറ്റിൻ്റെ അതുപോലെ തന്നെ കേക്കിൻ്റെ ഒക്കെ തന്നെ കഷ്ണങ്ങൾ എറിഞ്ഞു കൊടുക്കുമ്പോൾ ഹീ ഗ്രൂ ബോൾഡർ ഓർ ഹീ ബിക്കെയിം കറേജ്, അവൻ എന്തുണ്ടായിത്തീർന്നു എന്നാണ് പറഞ്ഞത്? ധൈര്യമുണ്ടാവുകയാണ്, കുറച്ചുകൂടി ധൈര്യമുണ്ടാവുകയാണ്. ആൻഡ് ഫൈനലി അറ്റ് ലാസ്റ്റ് ഹി ബിക്കെയിം ഫെമിലിയർ ഇനഫ് നന്നായിട്ട് അണ്ടർലൈൻ ചെയ്യേണ്ട വാക്കാണ്. ഇനഫ് മീൻസ് സഫിഷ്യൻ്റ് എന്നാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, എക്സാമിന് ഒരു പ്രാവശ്യം ചോദിച്ചാൽ പിക്ക് ഔട്ട് ദ വേർഡ് വിച്ച് മീൻസ് സഫിഷ്യൻ്റ് എന്നർത്ഥം കിട്ടുന്ന വാക്ക് ഏതെന്ന് ചോദിച്ചാൽ ഇനഫ് എന്നാണ് എഴുതേണ്ടത്. ഹി ബിക്കെയിം ഫൈനലി ഓർ അറ്റ് ലാസ്റ്റ് ഹി ബിക്കെയിം ഫെമിലിയർ ഇനഫ് or sufficient to take
ഫുഡ് ഫ്രം മൈ ഹാൻഡ്സ്. പിന്നീട് എൻ്റെ കൈകളിൽ വന്നിട്ട് ആവശ്യമായിട്ടുള്ള എന്നാണ് അർത്ഥം. സഫിഷ്യൻ്റ് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം എത്രയാണോ ഇനഫ്, വേണ്ടത്ര ഭക്ഷണം എത്രയാണോ അതെൻ്റെ കയ്യിൽ നിന്ന് എടുത്തു കൊണ്ടുവന്നൊരവസ്ഥയിലേക്ക് ആരെത്തിച്ചേർന്നു? നമ്മുടെ അണ്ണാൻ എത്തിച്ചേരുകയാണ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് പാരഗ്രാഫ് വായിക്കുന്നത് ശ്രദ്ധിക്കുക. Before long, he was delving into my pockets and helping himself to whatever he could find. He was a very young squirrel, and his friends and relatives probably thought him headstrong and foolish for trusting a human. Before long മീൻസ് എന്താണ്? ബിഫോർ ലോങ് അധികം എന്താവാതെ, ലേറ്റ് ആവാതെ എന്നുള്ള അർത്ഥമാണ്. ബിഫോർ ലോങ് ഹി വാസ് ഡെൽവിങ് മീൻസ് സെർച്ചിങ്. ഹി വാസ് സെർച്ചിങ് ഇൻ ടു മൈ പോക്കറ്റ്സ്, ഇൻ ടു ഹിസ് പോക്കറ്റ്സ്. അദ്ദേഹത്തിൻ്റെ കീശകളിലൊക്കെ തപ്പാൻ തുടങ്ങി. ഇപ്പോൾ നമ്മുടെ കഥാകാരൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ഈ സെൻട്രൽ ക്യാരക്ടറിൻ്റെ പിന്നെ കഥാപാത്രത്തിൻ്റെ, അതായത് ആൽമരത്ത് നമ്മളോട് പറയുന്ന ആ കുട്ടിയുടെ പോക്കറ്റിലൊക്കെ വന്ന് തരികയെന്ന് പറഞ്ഞാൽ അത്രയും എന്തായി തീർന്നവർ സുഹൃത്തുക്കളായി തീരാണ്. ആൻഡ് ഹെൽപ്പിംഗ് ഹിംസെൽഫാണ് ഇവിടെ. ഹെൽപ്പിംഗ് ഹിംസെൽഫ് ഇവിടെ എടുത്തു നോക്കുമ്പോൾ സാധാരണ ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഒരു പക്ഷേ തോന്നുക സഹായിക്കുക എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് പറയുക. പക്ഷേ ഇവിടെ ഇതൊരു ഫ്രേസാണ്. ടു ഗിവ് വൺ സെൽഫ് ഫുഡ് ഓർ ഡ്രിങ്ക് എന്നാണ്. ആവശ്യമായിട്ടുള്ളത്ര ഭക്ഷണങ്ങളൊക്കെ തന്നെ എന്താണ്, ടു വാട്ട് എവർ ഹീ കുഡ് ഫൈൻഡ് എന്നാണ്. അവൻ എവിടെ നിന്നൊക്കെ കണ്ടെത്താൻ പറ്റുമോ അതൊക്കെ സ്വാതന്ത്ര്യം വരികയാണ്. ആരുടെ അടുത്ത്? ഈ കുട്ടിയുടെ അടുത്ത്. നമ്മുടെ സ്ക്വിറലിന്. ഹി വാസ് വെരി യങ് സ്ക്വിറൽ എന്നുകൂടി ഓർമ്മിക്കണം. നിങ്ങളോട് ചിലപ്പം ചോദിക്കുക, അതിനെ ഡിസ്ക്രൈബ് ചെയ്യാനൊക്കെ ഒരു പക്ഷേ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുതണം. ഹി വാസ് എ വെരി യങ് സ്ക്വിറൽ, വളരെ ചെറുപ്പമാണ്. ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ്, അവൻ്റെ റിലേറ്റീവ്സ്, അവൻ്റെ ബന്ധുക്കൾ, അവൻ്റെ സുഹൃത്തുക്കൾ പ്രോബബ്ലി മാബി എന്താ ചെയ്യുക? തോട്ട് ഹിം, ചിന്തിക്കുന്നുണ്ടാവും. എന്ത്? ഹെഡ്സ്ട്രോങ്. ഇവൻ ആരാണ്? ഒരു ഹെഡ്സ്ട്രോങ് ആണ്, സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കുന്നയാളാണ്, തന്നിഷ്ടക്കാരനാണ്. ആൻഡ് ഫൂളിഷ്, ഒരു വിഡ്ഢിയാണ്. ആരുടെ? എന്താ കാരണം? ഫോർ ട്രസ്റ്റിങ് എ ഹ്യൂമൻ, ഫോർ ബിലീവിങ് എ ഹ്യൂമൻ. ഒരു മനുഷ്യനെ വിശ്വസിക്കുന്ന ഇവൻ ആരാണ്? ഇവൻ ഒരു ഫൂളിഷാണ്, വിഡ്ഢിയാണ്. നമ്മളെയാണ് അവിടെ എന്ത് ചെയ്തത്? പിന്നെ ഈ കഥയിലൂടെ റസ്കിൻ ബോണ്ട് പറയുന്നത്. കാരണം മനുഷ്യനെ എന്ത് ചെയ്യാൻ പറ്റില്ല, വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ് ആരുടെ പോലും ചിന്ത. മൃഗങ്ങളുടെയും പക്ഷികളുടെയും ഒക്കെ തന്നെ ചിന്ത. നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ടിട്ടാണ് അവിടെ പറയുന്നത്. എന്താണ്? ഇവൻ ആരുടെ കൂടെ കൂടിയിരിക്കുന്നു? ഒരു മനുഷ്യനെ വിശ്വസിക്കുന്നു, അവൻ ചതിക്കും, മനുഷ്യൻ ചതിക്കും എന്നുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മുടെ റസ്കിൻ ബോണ്ട് വളരെ മനോഹരമായിട്ട് ആ വരി അവിടെ എന്ത് ചെയ്യുകയാണ്? അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് പാരഗ്രാഫ് വായിക്കുന്നത് ശ്രദ്ധിക്കൂ. ഇൻ ദ സ്പ്രിങ് വെൻ ദ ബനിയൻ ട്രീ വാസ് ഫുൾ ഓഫ് സ്മോൾ റെഡ് ഫിഗ്സ്, birds of all kinds would flock into its branches. The red-bottomed bulbul, cheerful and greedy, gossiping rosy pastors, and parrots and crows, squabbling with each other all the time. During the fig season, the banyan tree was the noisiest place on the road. Clear? ഇൻ ദ സ്പ്രിങ്. ഇനിയിപ്പോൾ നമ്മൾ മറ്റൊന്നിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സീസണെ കുറിച്ചാണ്. നിങ്ങൾക്കൊക്കെ അറിയാണ്, വി ഹാവ് 4 സീസൺസ്: സ്പ്രിങ്, ഓട്ടം, സമ്മർ, വിൻ്റർ. ഇവിടെ പിന്നെ പരാമർശിക്കുന്നത്, മെൻഷൻ ചെയ്യുന്നത് സ്പ്രിങ് സീസണെ കുറിച്ചാണ്. ആ സ്പ്രിങ് സീസണിൻ്റെ പ്രത്യേകത എന്താ? നമുക്കറിയുന്നതാണ്. വസന്തകാലത്ത് പൂക്കളുണ്ടാവുന്ന, കായ്കളുണ്ടാവുന്ന ഒരു കാലഘട്ടമാണ്. നാച്ചുറൊക്കെ തന്നെ, പ്രകൃതിയൊക്കെ തന്നെ എന്തായിരിക്കും? നല്ല പച്ചപ്പിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തെക്കുറിച്ചാണ് നമ്മളോട് റസ്കിൻ ബോണ്ട് വർണ്ണിക്കുന്നത്. ഇൻ ദ സ്പ്രിങ് വെൻ ദ ബനിയൻ ട്രീ വാസ് ഫുൾ ഓഫ്. ഈ ആൽമരത്തിലും പ്രകൃതിക്കുണ്ടായ മാറ്റം ആർക്കും ഉണ്ടായി? ആൽമരത്തിനുണ്ടായി. എന്താണ്? ബനിയൻ ട്രീ വാസ് ഫുൾ ഓഫ് സ്മോൾ റെഡ് ഫിഗ്സ് ആണ്. സ്മോൾ റെഡ് ഫിഗ്സ് മീൻസ് സ്മോൾ റെഡ് ഫ്രൂട്ട്സ് ആണ്. എന്താണ്? അതിൻ്റെ മുകളിലും ചുവന്ന കായ്കളുണ്ടായി. ഒരുപക്ഷെ പ്രായം ചെന്ന ആൽമരത്തെയൊക്കെ തന്നെ നാം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ചില സമയം ഈ സ്പ്രിങ് സീസണിലൊക്കെ തന്നെ ഇത് ചുവന്ന കായ്കൾ ഇങ്ങനെ പൊഴിക്കുന്നതായിട്ട് കാണാൻ കഴിയും. പിന്നെ അവിടെ എന്താണ്? കുറേ ജീവികളുടെ എന്താണ് പിന്നെ വാസസ്ഥലമാണല്ലോ ആ സ്ഥലം. അല്ലെങ്കിൽ ഇതിനെ വേണ്ടിയിട്ട് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫുഡ്, അതുപോലെ തന്നെ ഈ ഫിഗ്സ്, ഈ ഫ്രൂട്ടൊക്കെ തന്നെ കളക്ട് ചെയ്യാൻ വേണ്ടി വരും. അത്തരത്തിലുള്ള പക്ഷികളെക്കുറിച്ചാണ് ഇനി പറയുന്നത്. നോക്കൂ. ബേർഡ്സ് ഓഫ് ഓൾ കൈൻഡ്സ്, പലതരത്തിലുള്ള പക്ഷികൾ. വുഡ് ഫ്ലോക്ക് ഇൻ ടു ഇറ്റ്സ് ബ്രാഞ്ചസ്. ഫ്ലോക്ക് മീൻസ് എന്താ പറയുക? ഫ്ലോക്ക് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഗ്രൂപ്പ് എന്നുള്ള അർത്ഥമുണ്ട്. അതേപോലെ തന്നെ കം ടുഗദർ എന്നുള്ള അർത്ഥമുണ്ട്. എന്താണ്? ഒരുമിച്ച് വരിക എന്നുള്ള, കൂടുക എന്നുള്ളത്. എവിടെയാണ്? ഇൻ ടു ഇറ്റ്സ് ബ്രാഞ്ചസ്, ആ ശാഖയിൽ ഒരുമിച്ച് കൂടുകയാണ്. ദ റെഡ്, ആരൊക്കെയാണ് ആ പക്ഷികൾ? നോക്കൂ. ദ റെഡ് ബോട്ടംഡ് ബുൾബുൾ. ബോട്ടം മീൻസ് അണ്ടർ എന്നാണ് അർത്ഥം. അടിഭാഗം ചുവന്നിട്ടുള്ള ബുൾബുൾ പക്ഷി.
ഒരു പക്ഷേ ആ പക്ഷിയൊക്കെ നിങ്ങൾക്ക് പരിചിതമായിരിക്കും. ചിയർഫുൾ ആൻഡ് ഗ്രീഡി, എന്താണ് ഇവയൊക്കെ തന്നെ ചിയർഫുള്ളാണ്, ഹാപ്പിയോട് കൂടിയാണ് വരുന്നത്. ഇത് കളക്ട് ചെയ്യാമല്ലോ. ഗ്രീഡിയാണ്, അത്യാർത്തിയാണ്, എനിക്ക് കിട്ടണം എന്നുള്ള ആർത്തി അല്ലേ കാട്ടുകയാണ്. ഗോസിപ്പിംഗ് ആണ്. ചിലരൊക്കെ പരദൂഷണങ്ങൾ പറയും. ഇതൊക്കെ ഒരു വർണ്ണനയാണ്. റോസി പാസ്റ്റേഴ്സ് എ കൈൻഡ് ഓഫ് എ ബേർഡാണ്, ഒരു തരം പക്ഷിയാണ്. ആൻഡ് പാരറ്റ്സ്, തത്ത, ആൻഡ് ക്രോ, കാക്ക ഒക്കെ തന്നെ. സ്കാബ്ലിംഗ് ആണ്. സ്കാബ്ലിംഗ് മീൻസ് കോറലിംഗ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? വിത്ത് ഈച്ച് അതർ ഓൾ ദ ടൈം, പരസ്പരം എല്ലാ സമയത്തും അവ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ശണ്ട കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഡ്യൂറിങ് ദ ഫിഗ് സീസൺ. പക്ഷേ നിങ്ങളിവിടെ ശ്രദ്ധിക്കൂ, ഫിഗ് സീസൺ വീണ്ടും പറയുകയാണ്. ഈ സീസണെ കുറിച്ച് പറയുന്നത് നോക്കൂ നിങ്ങളിവിടെ. ഡ്യൂറിങ് ദ ഫിഗ് സീസൺ, പഴങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്ന കാലം എന്നാണ് അവിടെ പറയുന്നത്. നേരത്തെ ഫിഗ്സ് എന്ന് നമ്മൾ പറഞ്ഞപ്പോഴെന്ന ഫിഗാണ് ഇവിടെ ഉപയോഗിച്ചത്. നേരത്തെ ഫിഗ്സ് എന്ന് ഉപയോഗിച്ചപ്പോൾ അവിടെ ഒരു ഫ്രൂട്ടായിട്ടാണ് നമ്മൾ റെഡ് ഫ്രൂട്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ സീസണാണ്, പഴങ്ങളൊക്കെ തന്നെ ഉണ്ടാകുന്ന കാലം. ദ ബനിയൻ ട്രീ വാസ്, ആ ആൽമരം എന്തായിരുന്നു? വാസ് ദ നോസിയസ്റ്റ് പ്ലേസ് ഓൺ ദ റോഡ്, ഓൺ ദ പാത്ത്, ഓൺ ദ വേ. ആ വഴി കാണുക, അതിലൂടെ ഒരാൾ പോവുകയാണെങ്കിൽ അതൊരു ബഹളം നിറഞ്ഞിട്ടുള്ള, ഏറ്റവും ശബ്ദമുഖരിതമായിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് ആര് വർണ്ണിച്ചത്? നമ്മുടെ റസ്കിൻ ബോണ്ട് ഇവിടെ വർണ്ണിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്, അതായത് നമ്മൾ 3-4 പാരഗ്രാഫ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത് നന്നായിട്ട് വായിച്ച് നോക്കുക. ലൈൻ ബൈ ലൈൻ കാര്യങ്ങൾ മനസ്സിലായാൽ മാത്രമേ നിങ്ങൾക്ക് മാർക്ക് കിട്ടൂ. നിങ്ങൾക്കറിയാം, ഒരു 4 മാർക്ക് ഇതിൽ നിന്നും ഒരു ഗ്രാമർ പാട്ടിൽ നിന്നാണ് സാധാരണ വരാറുള്ളത്. അതുകൊണ്ട് ഒന്നുകൂടി നിരന്തരം വായിച്ച് പഠിക്കുക. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത ഒരു ക്ലാസ്സുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.